ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസിഡസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 14th പേജാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. लेकिन हरिहर काका सोच कुछ और रहे थे और वातावरण कुछ दूसरा ही तैयार हो रहा था. അതായത് ഹരിഹർ കാക്ക എന്തായിരുന്നു, ഹരിഹർ കാക്ക എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്തരീക്ഷം വേറെ എന്തിനോ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഓക്കെ, ഹരിഹർ കാക്ക ആലോചിക്കുന്നത് ഒരു എന്തായിരുന്നു, അതിന് അങ്ങനെ ആയിരുന്നില്ല. അന്തരീക്ഷം തയ്യാറെടുക്കുന്ന കാര്യം. അതായത് ഹരിഹർ കാക്ക വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത്. ठाकुर बारी से जिस दिन उन्हें वापस लाया गया था उसी दिन से उनके भाई और रिश्ते नाते के लोग समझाने लगे थे कि विधिवत अपनी जायदाद वे अपने भतीजों का नाम लिख दे. അപ്പോൾ എന്താ, ഠാക്കൂർ ബാരിയിൽ നിന്ന് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്, അന്ന് മുതൽ എല്ലാവരും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ വിധിവത് എന്ന് പറഞ്ഞാൽ യഥാക്രമം എന്നാണ്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി അപ്പനെ ഭതീജയ്ക്ക് നാം ലിഖിതേ. ഭതീജ എന്ന് പറഞ്ഞാൽ നമ്മൾ നീസ് എന്നൊക്കെ പറയാറില്ലേ, അതായത് മരുമക്കൾ എന്ന് ഒരർത്ഥമുണ്ട്. പിന്നെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അതായത് ഒന്നെങ്കിൽ നമ്മുടെ മകൻ്റെയോ മകളുടെയോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെയോ സഹോദരിയുടെയോ മക്കൾ. ഇതാണ് ഈ ഭതീജോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ സഹോദരന്മാരുടെ മക്കളുടെ പേര് അവരുടെ പേരിലേക്ക് എഴുതി വയ്ക്കാനാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പം ठाकुर बारी से जिस दिन उन्हें वापस लाया गया था उसी दिन से उनके भाई और रिश्ते नाते के लोग समझाने लगे थे कि विधिवत अपनी जायदाद वे अपने भतीजों के नाम लिख दे. वह जब तक ऐसा नहीं करेंगे तब तक महन की गिद्ध दृष्टि उनके ऊपर लगी रहेगी. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം, അതായത് ഹരിഹർ കാക്കയുടെ പേരിൽ ആ സ്ഥലം കിടക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും, മഹന്തിൻ്റെ ഗിദ്ധ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കഴുകൻ കണ്ണുകൾ എന്നാണ്. ഓക്കെ, കഴുകൻ കണ്ണുകൾ എന്ത് ചെയ്യും, ഹരിഹർ കാക്കയുടെ മേൽ എന്നും ഉണ്ടാവും. അതായത് ആ സ്ഥലം ഹരിഹർ കാക്കയുടെ പേരിലുള്ളിടത്തോളം കാലം മഹന്ത് എപ്പോഴും ആ സ്ഥലം വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം സിർപ്പർ മണ്ഡര രഹേ തൂഫാൻ സെ മുക്തി പാനെ കെ ലിയെ ഉൻകെ സമക്ഷ് അബ് യഹി ഏകമാത്ര രാസ്ത ഹെ. അപ്പം മണ്ഡര എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ തലയിലൂടെ ഓടുന്ന ഈ ഒരു തൂഫാൻ എന്ന് പറഞ്ഞാൽ സൈക്ലോണാണ്. ഓക്കെ, കൊടുങ്കാറ്റ്. അപ്പം തൻ്റെ തലയിൽ കൂടെ ഓടുന്ന ഈ കൊടുങ്കാറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ ഇത്രയും വലിയ ഈ ഒരു തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും മുക്തി നേടാനായിട്ട് മുക്തി പാനെ കേലിയെ ഉൻകെ സമക്ഷ, അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമക്ഷം അബ് യഹി ഏകമാത്ര രാസ്ത ഹെ, ഈ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സുബഹ് ദോപഹർ ശ്യാം രാത് ഗയേ തക് യഹി ചർച്ച. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും എല്ലാം ഈ ഒരൊറ്റ ചർച്ചയാണ് ആ വീട്ടിൽ നടക്കുന്നത്. ഓക്കെ, ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ്, ശ്യാം വൈകിട്ട്, രാത്രി അല്ലേ, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. അപ്പം രാവിലെ എന്നും ഉച്ചയ്ക്കെന്നും വൈകിട്ടെന്നും രാത്രിയെന്നും ഒന്നുമില്ല, എല്ലാ സമയത്തും ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേക്കിൻ ഹരിഹർ കാക്ക സാഫ് നക്കാർ ജാത്തെ. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യം നിഷേധിച്ചു, അതായത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നക്കാർ ജാത്തെ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നാണ്. ഓക്കെ, कहते मेरे बाद तो मेरी जायदाद इस परिवार को स्वतः मिल जाएगी, इसलिए लिखने का कोई अर्थ नहीं. അതായത് എനിക്ക് ശേഷം, അതായത് എൻ്റെ മരണത്തിന് ശേഷം എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എഴുതി വെച്ചതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ഞാൻ എഴുതിയതുകൊണ്ടും എഴുതാത്തതുകൊണ്ടും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് നിങ്ങൾക്ക് തന്നെയാണ് എന്തായാലും ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എഴുതി വെക്കുന്നതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെന്നാണ് ഹരിഹർ കാക്ക പറയുന്നത്. മഹന്ത് അംഗൂട്ടേക്ക് ജോ ജബ്രൻ നിഷാൻ ലിയേ ഹെ ഉസ്കെ ഖിലാഫ് മുക്തമ ഹംനെ കിയാ ഹി ഹെ.
അപ്പം മഹന്ത് നിർബന്ധിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യിച്ചായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിരലടയാളം ആ ഒരു പേപ്പറിൽ അല്ലേ പതിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് ഉസ്കെ ഖിലാഫ് എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മുക്തമ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗലി ഒക്കെ കേസ് ഫയൽ ചെയ്യുന്നതിനാണ് മുക്തമ എന്ന് പറയുന്നത്. അപ്പം ഖിലാഫ് മുക്തമ, അതായത് അതിനെതിരായിട്ട് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. ഭായി ജബ് സംജാത്തെ ഹാർ ഗയെ തബ് ഉन्होंने ठाड़ना और दबाव देना शुरू किया. അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇത് പറഞ്ഞ് ഹാർ ഗയെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് ഹാർ എന്ന് പറഞ്ഞാൽ തോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞ് അദ്ദേഹത്തിനോട് കേൾക്കാതെ വരുമ്പം ആ ഒരു ഇതിൽ യാതൊരു അർത്ഥവും ഇല്ലാതെ വരുന്ന സമയത്ത് എന്ത് പറ്റും, അദ്ദേഹത്തിനെ ഠാണ്ഡ എന്ന് പറഞ്ഞാൽ ശകാരിക്കുക എന്നാണ്. അതുപോലെ ദബാവ് ദേന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക. ഈ ഒരു പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ പ്രോപ്പർട്ടി അവരുടെ പേരിലേക്ക്, ബന്ധുക്കളുടെ പേരിലേക്ക് എഴുതി വയ്ക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മേലിൽ സമ്മർദ്ദം കൊടുക്കും. അതാണ് ഠാണ്ഡന, ശകാരിക്കുക. ദബാവ് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം എന്നാണ്. അപ്പോൾ ലേക്കിൻ കാക്ക ഇസ് രാസ്തേ ഭി രാജി നഹി ഹുയെ, പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യം ഒരിക്കലും സമ്മതിച്ചില്ല. രാസ്തേ ഭി രാജി നഹി എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നാണ്. രാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്പഷ്ട കഹദിയാക്കി അപ്പനി സിന്ദഗി മേ വഹ് നഹി ലിഖേങ്കെ. അപ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സ്പഷ്ടമായിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാനത് ആരുടെയും പേരിൽ എഴുതി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ബസ് ഏക് രാത് ഉൻകെ ഭായിയോം നെ വഹി രൂപ് ധാരൺ കർ लिया जो रूप महंत और उनके सहयोगियों ने धारण किया था. അപ്പം ഒരു ദിവസം എന്ത് ചെയ്തു, ഹരിയർ കാക്കയുടെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വേഷം ധരിച്ചു. രൂപ് ധാരൺ ലിയ. എങ്ങനെയുള്ള വേഷം? ജോ രൂപ് മഹന്ത് ഓർ ഉൻകെ സഹയോഗിയോം നെ ധാരൺ കിയ. മഹന്തും അദ്ദേഹത്തിൻ്റെ സഹയോഗിയവും എന്ന് പറഞ്ഞാൽ ആരാ? കൂടെയുള്ളവർ അല്ലേ, അദ്ദേഹത്തിൻ്റെ സഹായികളും പൂജാരിമാരും മറ്റ് സഹായികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് സ്വീകരിച്ച അതേ വേഷം ആര് സ്വീകരിച്ചു? ഹരിഹർ കാക്കയുടെ സഹോദരന്മാരും ബന്ധുക്കളും ചേർന്ന് സ്വീകരിച്ചു. അതായത് ഹരിഹർ കാക്കോ അപ്നി ആഖോ പർ വിശ്വാസ് നഹി ഹുവ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ उनके वही अपने सगे भाई जो उनके सेवा और सुरक्षा में तैयार रहते थे उन्हें अपना अभिन्न समझते थे, जो उनकी नींद ही सोते और जागते थे, हथियार लेकर उनके सामने खड़े थे. അതായത് ഉൻകെ വഹി അപ്പനെ സഗേ ഭായ് ജോ ഉൻകി സേവ ഓർ സുരക്ഷാമേ തയ്യാർ രഹത്തെ थे. അതായത് അദ്ദേഹത്തിൻ്റെ സഗേ ഭായ് എന്ന് പറഞ്ഞാൽ ഒരു വയറ്റിൽ പിറന്ന മക്കൾ അല്ലെങ്കിൽ സഹോദരന്മാരെന്നുള്ളതാണ്. അപ്പം തൻ്റെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ഉദരത്തിൽ പിറന്ന സഹോദരനായ ആളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സേവ എന്ന് പറഞ്ഞാൽ സേവനവും പിന്നെ സുരക്ഷയും കൊടുത്തുകൊണ്ടിരുന്ന അതേ ആൾ. ഉന്നെ അപ്പനെ അഭിന്ന സംസ്ഥേതേ, തൻ്റെ സ്വന്തം എന്ന് കരുതിയ ജോ ഉൻകി നീന്ത് ഹി സോത്തെ ഓർ ജാഗ്തേ ഹെ, അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയ ഹത്തിയാർ ലേക്കർ ഉൻകെ സാമനെ ഖടേ തെ. ഹത്തിയാർ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളാണ്. ആയുധങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സ്വന്തം സഹോദരന്മാർ ഏറ്റവും മൂത്ത ആ ഒരു ജ്യേഷ്ഠനും പിന്നെ ആരാ ബാക്കി ബന്ധുക്കളും എല്ലാവരും കൂടെ ആയുധങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുവാണ്. കഹ് രഹേ थे सीधे मन से कागज़ों पर जहाँ जहाँ ज़रूरत है अंगूठे के निशान बनाते चलो, अन्यथा मार कर यही घर के अंदर गाड़ देंगे. അതായത് ഇതൊക്കെ ആയിട്ട് അടുത്ത് നിന്നിട്ട് പറയുമായിരുന്നു സീധേ മൻ, അതായത് മര്യാദയ്ക്ക് സീധേ മൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം മര്യാദയ്ക്ക് ഈ പേപ്പറിലെല്ലാം എവിടെയൊക്കെയാണോ സൈൻ വേണ്ടത് അവിടെയെല്ലാം തം ഇംപ്രഷൻ ചെയ്യാനാണ് പറയുന്നത്. അൺകൂട്ടേക്ക് നിഷാൻ ബനാത്തെ
ചലോ അന്യഥ അല്ലെങ്കിൽ മാർക്കർ യഹീം ഘർ കെ അന്തർ ഗാഡ് ദേങ്കെ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഇപ്പം തന്നെ കൊന്നിട്ട് ഈ വീടിനുള്ളിൽ തന്നെ അടക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. മാർക്കർ യഹി ഘർ കെ അന്തർ ഗാഡ് ദേങ്കെ, ഈ വീട്ടിനുള്ളിൽ തന്നെ ഗാഡ് ദേങ്കെ എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യും എന്നാണ്. ഓക്കെ, അപ്പോൾ ഗാവ് കെ ലോഗോം കോ കോയി സൂചന തക് നഹി മിൽനെ പായേഗി, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊരു സൂചന പോലും കിട്ടിയെന്ന് വരത്തില്ല. എപ്പോഴാ ഇങ്ങനെ കൊന്നിട്ട് ഇതിനകത്ത് തന്നെ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഹരിഹർ കാക്ക എവിടെ പോയെന്നോ എന്താണെന്നോ ഒന്നും ഈ ഗ്രാമത്തിലുള്ളവർക്കൊരു സൂചന പോലും കിട്ടത്തില്ല. സോ അഗർ പെഹലെ വാലി ബാത്ത് ഹോത്തി തോ ഹരിഹർ കാക്ക ഡർ ജാത്തെ. അപ്പം ഇതാദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഹരിഹർ കാക്ക ഒരു പക്ഷേ പേടിച്ചേനെ. അജ്ഞാൻ കി സ്ഥിതി മേഹി മനുഷ്യ മൃത്യുസെ ഡർത്തേ ഹെ. അപ്പം നമുക്ക് അറിവില്ലാതെ ഇരിക്കുമ്പോഴാണ് മരണത്തെ നമ്മൾ ഭയപ്പെടുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ട് മരണം വരുമ്പോഴാണ്, എന്തെങ്കിലും അപകടമൊക്കെ വരുമ്പോഴാണ് നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത്. ജ്ഞാൻ ഹോനെ കെ ബാദ് തോ ആദ്മി ആവശ്യകത പഠനെ പർ മൃത്യു കോ വരൺ കർനെ കെ ലിയെ തയ്യാർ ഹോ ജാത്ത ഹെ. പക്ഷേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് മരണം വരിക്കണം എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ അതൊരു സത്യം നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനൊരു ഭയമോ ഒന്നും തോന്നത്തില്ല എന്നാണ് ഹരിഹർ കാക്ക പറയുന്നത്. ജ്ഞാൻ ഹോനെ കെ ബാദ് തോ ആദ്മി ആവശ്യകത പഠനെ പർ മൃത്യു കോ വരൺ കർനെ കെ ലിയെ തയ്യാർ ഹോ ജാത്ത ഹെ. എപ്പോഴെങ്കിലും മരിക്കേണ്ടതായിട്ട് ഉള്ളൊരാവശ്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് പിന്നെ നമുക്ക് മരണത്തെ ഭയം ഉണ്ടാവത്തില്ല. സോ ഹരിഹർ കാക്കാനെ സോച്ച് ലിയാ കി യെ സബ് ഏക് ഹി ബാർ ഉന്നെ മാർ ദേ വഹ് ठीक होगा, लेकिन अपनी ज़मीन लिखकर रमेसर की विधवा की तरह शेष ज़िंदगी वे खुद मरे, यह ठीक नहीं होगा. അപ്പം ഹരിഹർ കാക്ക എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവർ എന്നെ കൊല്ലുകയാണെങ്കിൽ അങ്ങ് കൊല്ലട്ടെ, അതാണ് ശരിക്കും നല്ലത്. ലേക്കിൻ അപ്പനി സമീൻ ലിഖക്കർ രമേശർ കി വിധവ, അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ വില്ലേജിലുള്ള രമേശർ എന്ന് പറയുന്ന ആളുടെ വിധവ, അതായത് രമേശർ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ വിധവയായി അല്ലേ. അപ്പം ആ വിധവയ്ക്ക് എന്താ സംഭവിച്ചത്, അവർ ബാക്കിയുള്ള ജീവിതം അവർക്കുണ്ടായിരുന്ന പ്രോപ്പർട്ടി വേറെ ആർക്കും എഴുതി കൊടുത്തു. എന്നിട്ട് പിന്നെ എന്ത് പറ്റി, ഖുഡ് കർ മരെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പരിഭ്രമത്തോടെ നമ്മൾ ശ്വാസം മുട്ടിയൊക്കെ ജീവിക്കാൻ, അതാണ് ഖുഡ് കർ. അപ്പം അങ്ങനെ മറ്റൊരാൾക്ക് ഈ സ്ഥലം എഴുതി കൊടുത്തിട്ട് മരണം വരെ ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇവരെന്നെ കൊല്ലുന്നത് തന്നെയാണ്. അങ്ങനെയാണ് അപ്പം ഹരിഹർ കാക്ക വിചാരിച്ചത്. हरिहर काका ने सोच लिया कि ये सब एक ही बार उन्हें मार दे, वह ठीक होगा, लेकिन अपनी ज़मीन लिखकर रमेसर की विधवा की तरह शेष ज़िंदगी वे खुद कर मरे, यह ठीक नहीं होगा. അങ്ങനെ ജീവിക്കാനായിട്ട് ഹരിഹർ കാക്കയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ രമേശർ की विधवा को बहला फुसलाकर उसके हिस्से की ज़मीन रमेसर के भाइयों ने लिखवा ली. അപ്പം ഹരിഹർ കാക്കയുടെ രമേശർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ എന്ത് ചെയ്തു, ബഹല ഫുസ്ലാക്കർ എന്ന് പറഞ്ഞാൽ വളരെ ഈ വശീകരിക്കുക എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഒരു മയത്തിലൊക്കെ നമ്മളെ പറഞ്ഞ് വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം എന്ത് ചെയ്തു, സ്വന്തമാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഭായിയോംനെ ലിഖ്വാലി. शुरू में तो उसका खूब आदर मान किया, लेकिन बुढ़ापे में उसे दोनों जून खाना देते उन्होंने अखरने लगा. ആദ്യമൊക്കെ വളരെ ആദരവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വയസ്സായപ്പോൾ എന്ത് പറ്റി, ആകെ 2 നേരമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. എന്നിട്ട് അവരെ എന്ത് ചെയ്യിച്ചു, അഖർനെ എന്ന് പറഞ്ഞാൽ അവരെ വളരെ അൺപ്ലസൻ്റ് ആക്കിയാണ് അവസാനം യാത്ര അയച്ചത്. അതായത് അവർ വളരെ ഒട്ടും തന്നെ സന്തോഷമില്ലാതെയാണ് മരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ലേക്കിൻ ബുഡാപ്പേ മേ ഉസേ ദോനോ ജൂൻ ഖാന ദേത്തെ ഉന്നെ അഖർനെ ലഗ. ആകെ 2 നേരമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പോൾ അന്ത് മേ തോ ഉസ്കി വഹ് ദുർഗതി ഹുയി കി ഗാവ് കെ ലോഗ് ദേക്കർ സിഹർ ജാത്തെ. അപ്പം ഏറ്റവും അവസാനം അവർ മരിക്കാറായപ്പോൾ അവരുടെ ഈ ഒരു ദുർഗതി,
അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ സിഹർ ജാത്തെ എന്ന് പറഞ്ഞാൽ വിറച്ചു പോവാന്നാണ്. അതായത് അവർക്ക് അത്രയും പരിഭ്രമിച്ചു പോയി ആൾക്കാർ അവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട്. ഹരിയർ കാക്കാക്കോ ലഗ്താ ഹേ കി അഗർ രമേശർ കി വിധവാനെ അപ്പനി സമീ നഹി ലിഖി ഹോത്തി തോ അന്ത് സമയ തക് ലോഗ് ഉസ്കെ പാവ് പകാർത്തെ ഹോത്തെ. അപ്പം ഹരിയർ കാക്ക വിചാരിക്കുകയാണ്, അഥവാ എന്താ ഈ രമേശറിൻ്റെ വിധവ, അതായത് രമേശർ എന്ന് പറയുന്ന ആളുടെ ഭാര്യ ജീവിതാവസാനം വരെയും ഈ സ്ഥലം എഴുതി കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ, അവരുടെ പേരിൽ തന്നെ ആ സ്ഥലം കിടക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജീവിതാവസാനം വരെ അവരുടെ കാല് കഴുകി വരെ കൊടുത്തേനെ. അതായത് അവരെ അത്ര നന്നായിട്ട് നോക്കിയേനെ എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതി കൊടുത്തതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു ദുർഗതി വന്നതെന്നാണ് ഹരിയർ കാക്ക വിചാരിക്കുന്നത്. സോ ഹരിയർ കാക്ക ഗുസ്സേ മേ ഖഡേ ഹോ ഗയേ ഓർ ഗർജത്തെ ഹുए കഹാ, मैं अकेला हूँ, तुम सब इतने हो, ठीक है मुझे मार दो, मैं मर जाऊँगा, लेकिन जीते जी एक दूर ज़मीन भी तुम्हें नहीं लिखूँगा, तुम सब ठाकुरबाड़ी के महंत पूजारी से तनिक भी कम नहीं. അപ്പം എന്താ വളരെ ദേഷ്യത്തോടെ, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നാണ്. അപ്പം വളരെ ദേഷ്യത്തോടെ അദ്ദേഹം എഴുന്നേറ്റു. ഖഡേ ഹോ ഗയേ ഓർ ഗർജത്തെ ഹുए കഹാ, ഗർജിച്ചുകൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു, എന്താ മേ അക്കേല ഹോ, ഞാൻ ഒറ്റയ്ക്കാണ്, തും സബ് ഇത്തനെ ഹേ, നിങ്ങളെല്ലാവരും എന്താ നിങ്ങൾ ഇത്രയും പേരുണ്ട്, അപ്പോൾ ടീക്ക് ഹേ, ശരി സമ്മതിച്ചു, മുझे മാർ ദോ, നിങ്ങളെന്നെ കൊന്നോളൂ, മേ മർ ജാऊंगा, ഞാൻ മരിച്ചോളാം, പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്തിലേക്കും ജീത്തേ ജി ഏക് ദൂർ സമീൻ ഭി തുമേ നഹി ലിഖൂംഗാ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു തുണ്ട് ഭൂമി പോലും നിങ്ങളുടെ പേരിലേക്ക് എഴുതി വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാവരും തന്നെ എന്താ ഠാക്കുർബാരിയിലെ മഹന്തിനെയും പൂജാരിയിൽ നിന്നും ഒട്ടും തന്നെ എന്താ ഒരല്പം പോലും കുറവല്ല എന്നാണ് എന്താ ഹരിയർ കാക്ക പറയുന്നത്. തനിക്കെന്ന് പറഞ്ഞാൽ അല്പം എന്നാണ്. അപ്പം തനിക് ബി കം നഹി, ഒരല്പം പോലും മഹന്തിൻ്റെയോ പൂജാരിമാരുടെ ആ ക്രൂരതയ്ക്ക് മുന്നിൽ ഒരല്പം പോലും നിങ്ങളും കുറവല്ല എന്നാണ് ഹരിയർ കാക്ക പറയുന്നത്. ദേഖ്തേ ഹേ കേസെ നഹി ലിഖോഗെ, ലിഖ്നാ തോ തുമേ ഹി ചാഹെ ഹസ്കെ ലിഖോ യാ റോക്കെ. അപ്പം സഹോദരൻ പറയാണ്, എന്താ നോക്കാം, കേസെ നഹി ലിഖോഗെ, എഴുതാതിരിക്കുന്നത് നമുക്ക് കാണാം, എന്താ എഴുതേണ്ടത് നിങ്ങളാണ്, ഇത് ഈ പ്രോപ്പർട്ടി എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പം അത് ചിരിച്ചുകൊണ്ട് എഴുതണോ അതോ കരഞ്ഞുകൊണ്ട് എഴുതണോ എന്ന് സ്വന്തമായിട്ട് തീരുമാനിച്ചോളാൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ്. അപ്പം ദേഖ്തേ ഹേ കേസെ നഹി ലിഖോഗെ, എഴുതാതിരിക്കുന്നതൊന്ന് കാണാമല്ലോ, ലിഖ്നാത്തോ തുമേ ഹി ഹേ ചാഹെ ഹസ്കെ ലിഖോ യാ റോക്കെ. അപ്പം ചിരിച്ചുകൊണ്ട് എഴുതണോ കരഞ്ഞുകൊണ്ട് എഴുതണോ എന്നുള്ളത് സ്വയം തീരുമാനിച്ചോളാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പാർട്ട്. അപ്പം എന്നും പറയുന്ന പോലെ നിങ്ങൾ ഇത് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.